ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂൺ കൃഷിയെ പറ്റിയാണ്. ഇതൊരു ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റബിൾ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തുടക്കം മുതൽ അവസാനം സെയിൽസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് കൂൺ കൃഷിക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ തൊട്ട് തുടങ്ങാം. ഇത് നമുക്ക് കൂൺ കൃഷി മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന വൈക്കോലാണ്. നമ്മളിത് ഒരു കെട്ട് മേടിച്ചിട്ടുണ്ട്. ഒരു കെട്ടിന് നമുക്ക് അയക്കുന്നത് വെറും 300 രൂപയാണ്. നമ്മൾ ബൈക്കിൽ കൊണ്ടുവരുവാണെങ്കിൽ അധികം നമുക്ക് ചിലവ് വരുന്നില്ല. ഞാൻ ഇത് ബൈക്കിലാണ് കൊണ്ടുവന്നത്. അപ്പം ഒരു 50 രൂപ 60 രൂപ കൂട്ടാം. നമുക്ക് അടുത്തൊന്നും സാധനം കിട്ടാനില്ല. അതാണ് മെയിൻ കുഴപ്പം വരുന്നത്. നമ്മൾ ഒരു ചെരുവം കച്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 12 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ അത്ര ചെളിയും അഴുക്കും കറയെല്ലാം കളയണം. ഇത് ഡയറക്റ്റ് ഒരു നെൽപ്പാടത്തു നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണും. അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ചരുവത്തിലുള്ള കച്ചിയും കൊണ്ട് നമ്മൾ 4 ബെഡായിരിക്കും ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ 20 ബെഡ് ചെയ്യും. അത് ഒരുമിച്ചല്ല, നമ്മൾ ദിവസം ഇടവിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ ഇതിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് കറ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതിൻ്റെ കൂട്ട് ഒരുമാതിരി കാപ്പി കളറായിട്ടുണ്ട് ഈ വെള്ളത്തിന്. ഇനി ഗ്രാനൈറ്റ് പീസ് ഇതിൻ്റെ മണ്ടയിൽ വെക്കാൻ കാണാതെ നല്ലതായിട്ട് ഞെങ്ങി അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയാണ്. അത് ഫുള്ള് ഞെങ്ങി ഇരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് അതിനകത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 12 മണിക്കൂറോളം നമ്മൾ വെക്കും. ഒരു ഇടവേളയിൽ ഞാൻ കൂൺ കൃഷി ചെയ്യാൻ പോകുന്ന സ്പേസ് നിങ്ങളെ കാണിക്കാം. ഇത് എൻ്റെ ഒരു വീടിൻ്റെ ഭാഗം തന്നെയാണ്. യൂസ്ഡ് അല്ലാത്തൊരു റൂമിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അകത്ത് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്ത് നോക്കി സക്സസ് ആയതിൻ്റെ പേരിലാണ് നമ്മൾ 20 ബെഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമുക്കിത് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കളർ നിങ്ങൾ കാണിക്കാം. അത് ഇച്ചിരി കൂടെ ഒരു കട്ടി കളർ ആയിട്ടുണ്ട് ഇത്രയും മണിക്കൂർ ഇരുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഇത് നമ്മൾ ഇനി കരിച്ച് കളയുവാണ്. ഈ ഒരു പന്ന വെള്ളം നമ്മൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് കളയണം. നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ചെളിയും കറയും അങ്ങനെ ആയിട്ടുള്ള വെള്ളമാണ്. ഇതുകൊണ്ട് നമുക്ക് വേറെ യൂസ് ഒന്നുമില്ല. ഇത് കളഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ. അടുത്ത പരിപാടിയായിട്ട് നമ്മൾ ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം. നമ്മളിവിടെ സ്റ്റീമാണ് ചെയ്യുന്നത്. അടുപ്പിൽ കയറ്റി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കുവാണ് നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ കുറേ ബെഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന കാര്യം പാടായിരിക്കും. നമ്മൾ 20 ബെഡേ ചെയ്യുന്നുള്ളൂ. അതും 2-3 ദിവസം ഇടവിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അടുത്തതായിട്ട് ഈ കാണുന്ന കിലോ പ്ലാസ്റ്റിക് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ആ ഒരു റൂമിനകത്ത് ഇച്ചിരി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വൈക്കോല് അല്ലെങ്കിൽ കച്ചി ഉണക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതിപ്പം നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് ഇതിൻ്റെ കെമിക്കൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കളഞ്ഞെടുക്കുകയാണ്. പിന്നെ കച്ചി സ്റ്റീം ചെയ്യുന്ന പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോഴത്തേനും മഴ നമുക്ക് നല്ല പണി തന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ കൂൺ കൃഷി ചെയ്യാൻ പോകുന്ന സ്പേസ് വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ ഡെറ്റോൾ ഉപയോഗിച്ച് ഇവിടെ എല്ലാം കഴുകി ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ്. അതിനുശേഷം ഈ റൂം നമ്മൾ സ്മോക്ക് ചെയ്തെടുക്കും. കുന്തിരിക്കയോ തൊണ്ടോ എന്തെങ്കിലും ഇട്ട് നമ്മളൊന്ന് പുകച്ചെടുക്കുന്നതായിരിക്കും റൂം. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം നമ്മൾ വെയിലത്തിട്ട് കഴിഞ്ഞിട്ട് 50% ജലാംശം കളഞ്ഞെടുക്കുവാണ്. ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ കൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കിലോ പ്ലാസ്റ്റിക്കിലാണ് നമ്മൾ ഇത് ഇടുന്നത്. ഇടുന്നതിന് മുമ്പേ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചൊന്ന് തുടക്കേണ്ടത് ആവശ്യമാണ്. കൂൺ കൃഷി ചെയ്യാൻ പോകുന്ന റൂമിൽ നമ്മൾ ചെറിയൊരു അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതിൻ്റെ കൂട്ട് നമുക്കൊരു ഏരിയയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്പേസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ചെയ്യാൻ പോകുന്ന കൂൺ ബെഡ് 15 ദിവസത്തോളം നമുക്കൊരു ഡാർക്ക് സ്പേസിലാണ് വെക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സ്പേസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് എടുത്തേക്കുന്നത് PVC പൈപ്പും കിലോ പ്ലാസ്റ്റിക്കും വെച്ചാണ്. നമ്മളിവിടെ ആണി അടിച്ചിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്തൊരു തൂണ് പോലെ അവിടെ വെച്ചേക്കുവാണ്. അതിലേക്ക് നമ്മൾ ഒരു കിലോ പ്ലാസ്റ്റിക് ചുമ്മാ ജസ്റ്റ് കയറ്റി ഇട്ടേക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കിലോ പ്ലാസ്റ്റിക് ആയാലും നമ്മൾ ഡെറ്റോൾ ഒഴിച്ച് നല്ലതായിട്ട് തന്നെ ക്ലീനാക്കി എടുക്കണം. ഒരു രീതിയിലുള്ള മാലിന്യം ഈ റൂമിലോട്ട് കയറരുത്. അതത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ കൂൺ ബെഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിനായിട്ടുള്ള കച്ചി നമ്മൾ അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലിൽ കാണുന്നത് ഡെറ്റോളാണ്. ഡെറ്റോൾ നമ്മൾ ബോട്ടിലാക്കി വെച്ചേക്കുവാണ്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ അന്നേരം എടുത്ത് അവിടെ ക്ലീൻ ആക്കി. ഈ ടേബിൾ അതുപോലെ തന്നെ നമ്മളവിടെ ക്ലീൻ ആക്കിയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ബോക്സിൽ കാണുന്നത് നമ്മൾ കൂൺ ബെഡ് ചെയ്യാനായിട്ടുള്ള വിത്തുകളാണ്, സീഡ്സ് ആണ്. അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. നമ്മൾ കൊണ്ടുവന്നതിൻ്റെ കൂട്ട് തന്നെ അവിടെ വെച്ചിരുന്നതാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഓർഡർ ചെയ്തേക്കുന്നത് 10 പാക്കറ്റ് വിത്തുകളാണ്. ഈ കാണുന്നതിൻ്റെ കൂട്ടാണ് അവർ പാക്ക് ചെയ്ത് നമുക്ക് അയച്ചേക്കുന്നത്. നമ്മൾ കൊറിയർ പോയി കളക്ട് ചെയ്തതാണ്, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പോയി മേടിച്ചല്ല. അപ്പോൾ അതിൻ്റെയും കൂടെ നമുക്ക് ചാർജ് ഇതിനകത്തായിട്ടുണ്ട്. ഈ കാണുന്ന ഒരു പാക്കറ്റിന് നമുക്ക് അയക്കുന്നത് 45 രൂപയാണ്. അതുപോലെ തന്നെ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു ബെഡ് ചെയ്യാനായിട്ടുള്ള PP കവർ നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ PP കവർ മൊത്തത്തിൽ 20 എണ്ണം വാങ്ങിയിട്ടുണ്ട്. 20 എണ്ണത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ 20 ബെഡാണ് ചെയ്യുന്നത്. അപ്പോൾ 20 കവറുകൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ PP കവർ എടുത്ത് അതിൻ്റെ ഒരു ടോപ്പ് ഭാഗം ഇതേപോലെ മടക്കി എടുക്കണം. മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ റബ്ബർ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ് നമ്മൾ വിത്തിടാൻ വേണ്ടി. അതിന് ശേഷം ഞാനിപ്പം ചെയ്യുന്നതിൻ്റെ കൂട്ട് കവർ അകത്തുനിന്ന് വെളിയിലോട്ട് ഈ രൂപത്തിലാക്കണം.
എന്നിട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതിനകത്ത് കച്ചിയും വിത്തും എല്ലാം ഇടാൻ പോകുന്നത്. ഇതിനകത്തോട്ടായിരിക്കും. ആ കവറെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയുള്ള വിത്ത് പൊട്ടിക്കുവാണ്. ഈ ഒരു പാക്കറ്റിൽ വരുന്നത് 300 ഗ്രാമാണ്. ഇത് 300 ഗ്രാം വെച്ച് നമുക്ക് 2 ബെഡ് ചെയ്യാൻ സാധിക്കും. 150 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിത്ത് കൈകാര്യം ചെയ്യുമ്പം വിത്ത് പൊട്ടിച്ചിടുന്ന ആ ഒരു കണ്ടെയ്നർ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. വിത്തിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെറുതെയാണ്. അപ്പം ഞാനിതിപ്പം ഡെറ്റോൾ ഒഴിച്ച് നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇതിലേക്ക് പൊട്ടിച്ചിടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡയറക്റ്റ് കൈ ഉപയോഗിച്ചാൽ അത് ചെയ്യുന്നതെങ്കിൽ സോപ്പിട്ട് കഴുകിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലൗസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഞാനിപ്പം കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സും നല്ലത് തന്നെ ഉപയോഗിക്കുക. ഇപ്പം കൂൺ വിത്ത് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് ചോളത്തിൽ ചെയ്തതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നെല്ലിലൊക്കെ ചെയ്യാറുണ്ട്. ഇതിനൊരു കട്ടിയായിട്ടുള്ള ആ ഒരു പീസ് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുവാണ്. നമുക്ക് പൊടിച്ചെടുത്താൽ മാത്രമാണ് ബെഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതേപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്നതിൻ്റെ റൂട്ട് 2 ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ട് 150 എന്നുള്ള രീതിയിൽ ഒരു ഏകദേശ കണക്കിലാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അത് 2 ബെഡിന് വേണ്ടി. അങ്ങനെ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് നമ്മൾ എത്തി. നമ്മളിങ്ങനെ ഒരു PP കവർ എടുത്തതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ലെയർ കൂൺ വിത്തുകൾ ആഡ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ലെയർ വൈക്കോൽ ആഡ് ചെയ്ത് കൊടുക്കണം. 50% മാത്രം ജലാംശം നിർത്തിക്കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത വൈക്കോലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് നമ്മൾ റോൾ ചെയ്തെടുക്കണം. അത് കവറിലേക്ക് വെക്കുന്ന രീതിയിൽ നമ്മൾ റോൾ ചെയ്തെടുക്കണം. നമ്മൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് ഓരോ റോളും റൗണ്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ചരിച്ച് കയറ്റിയതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്തെടുക്കണം. പ്രസ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആ ഒരു സൈഡിൽ പ്രസ്സായിട്ടിരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഒരു പിടി വിത്താണ് ഇതിനകത്ത് ഒരു ലെയറിനകത്ത് ഇടുന്നത്. ഈ കാണുന്നതിൻ്റെ കൂട്ട് ഈ സൈഡിൽ മാത്രം വിത്ത് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇത് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡായി പൊക്കോളും. ഈ കാണുന്നതിൻ്റെ കൂട്ട് ഈ സൈഡിൽ മാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ലെയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യമേ ചെയ്തതിൻ്റെ കൂട്ട് അതേ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കച്ചി വെച്ചേക്കുന്നത്. ഇതൊന്ന് വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, നമ്മൾ ആദ്യമേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് അതിൻ്റെ ഒരു രൂപത്തിലായി കിട്ടത്തുള്ളൂ. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ഫോളോ ചെയ്യുന്നത്. ഈ കാണുന്നതിൻ്റെ കൂട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ മൊത്തത്തിൽ 5 ലെയർ കച്ചിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 ലെയർ കച്ചി വെക്കുമ്പോൾ ഇത് നിറയെ ഫില്ലാവും. അങ്ങനെ നമ്മൾ 4 ലെയർ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ലെയറിലേക്ക് കടക്കുവാണ്. ഇതേപോലെ 5ാമത്തെ ലെയറും നമ്മൾ 4 ലെയറും ചെയ്തതിൻ്റെ കൂട്ട് തന്നെ സെയിം പ്രോസസ്സിൽ കൂടെ ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് വന്ന ഒരു പിടി വിത്തും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സൈഡിലും മണ്ടയിലൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ ഒരു 90% പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് കെട്ടാൻ പോവാണ്. ഈ ഒരു ബെഡ് കെട്ടണമെങ്കിൽ നമുക്കിത് നല്ലതായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കാണുന്ന റബ്ബർ ബാൻഡാണ്. ഈ ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡിന് അയക്കുന്നത് 50 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് പ്രസ് ചെയ്തെടുക്കണം. പ്രസ് ചെയ്തെടുക്കാൻ വലിയ പാടൊന്നുമില്ല. ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ ടോപ്പ് ഭാഗം എല്ലാം കൂടെ കൂട്ടി പിടിച്ചതിന് ശേഷം താപ്പോട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വൈക്കോലെല്ലാം കൂടെ അങ്ങ് ഞെങ്ങിക്കോളും. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ട് റബ്ബർ ബാൻഡ് ഇതേപോലെ തന്നെ കെട്ടിയെടുക്കുക. ഇപ്പോൾ ഒരു ബെഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാരിച്ച പണികളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് എയറേഷനായിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇച്ചിരി വലിയ ഹോളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാധാരണ ആൾക്കാർ സൂചി പോലുള്ള എന്തെങ്കിലും ചെറിയത് വെച്ച് എയറേഷന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ഇത് എയറേഷന് വേണ്ടി മാത്രമല്ല, ഇതായിരിക്കും നമ്മൾ കൂൺ മുളച്ച് വരാൻ വേണ്ടിയുള്ള ഹോളായിട്ട് കൂടി യൂസ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിലൊരു 10-30 ഹോളോളം ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ ഇടുന്നതിൽ വേറൊരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ വെള്ളം കച്ചിക്കകത്ത് നിൽപ്പുണ്ടെങ്കിൽ അത് ഈ ഹോൾ വഴി വെളിയിൽ പൊക്കോട്ടെ എന്നുള്ള രീതി കൊണ്ടാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഹോൾ ഇടുന്നത്. ലാസ്റ്റ് ഘട്ടമായിട്ട് ഓരോ ബെഡിലും ഒരു മാർക്ക് കൊടുക്കാൻ പോവാണ്. നമ്മളിതിപ്പോൾ ലാസ്റ്റ് ബെഡാണ്, 5ാമത്തേതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് 5 എന്നാണ് കൊടുക്കുന്നത്. നമ്മൾ മൊത്തത്തിൽ 20 ബെഡ് ചെയ്തു. അത് 5 വട്ടമായിട്ടാണ് ചെയ്തത്. അപ്പം നമ്മൾ ഓരോ വട്ടവും ഇങ്ങനെ അടയാളം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ഒരു വട്ടമല്ല വിളവെടുക്കുന്നത്. നമ്മൾ ഈ ഒരു അടയാളം കൊടുക്കുന്നതിൻ്റെ മെയിൻ കാരണം നമുക്ക് എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ 5 എന്ന് എഴുതിയിട്ട് നമ്മൾ ആ ഡേറ്റും കൂടെ എവിടെയെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാര്യം പിന്നെ മനസ്സിലാവും. ഇത് എന്നാ ചെയ്തതെന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അതുകൂടാതെ ഈ 5 എന്ന് എഴുതിയ ഈ ഒരു ബെഡിൻ്റെ ഭാവി കാര്യങ്ങളും നമുക്ക് അതിനകത്ത് തന്നെ റെക്കോർഡ് ചെയ്യാനും സാധിക്കും. നമ്മൾ ചെയ്തെടുത്ത എല്ലാ ബെഡുകളും നമ്മൾ ഡാർക്ക് റൂമിലാണ് 15 ദിവസത്തേന് വെക്കേണ്ടത്.
ഈ ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് വെട്ടമുള്ള സ്ഥലത്തേക്ക് ഇതിനെ മാറ്റണം. ഇത് നമ്മൾ ആദ്യമേ ചെയ്ത ബെഡുകളാണ്. ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ മൈസീലിയം സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെട്ടമുള്ള ഒരു സ്പേസിലേക്ക് മാറ്റുന്നതായിരിക്കും. കറക്റ്റ് 15 ദിവസമായിട്ടുള്ള എല്ലാ ബെഡുകളും നമ്മൾ അവിടുന്ന് വെളിയിൽ കൊണ്ടുവന്ന് ഇതേപോലൊരു സെറ്റപ്പിൽ നമ്മൾ കെട്ടിത്തൂക്കി ഇടുവാണ്. കറക്റ്റ് നമ്മൾ തറയിലൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ റോപ്പിൽ സെറ്റപ്പ് ചെയ്ത ഒരു ഉറി പോലുള്ള ഇതിൽ നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടേ പറ്റത്തുള്ളൂ. ഒന്നായിട്ട് മൊത്തത്തിൽ നമ്മൾ 3 എണ്ണമാണ് ഇപ്പോൾ ഒരു റോയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കാണുന്നത് ഞാൻ വേറൊരു ദിവസം ചെയ്ത കൂൺ ബെഡുകളാണ്. ഓരോന്നും 15 ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ ഇങ്ങോട്ട് മാറ്റുന്നതായിരിക്കും. ഈ ഒരു ബ്രൈറ്റ് റൂമിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇപ്പോൾ കറക്റ്റ് 17ാമത്തെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുതായിട്ട് മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബെഡിലും ഡിഫറൻസ് വന്നിട്ടില്ല. 1-2 ബെഡിൽ മാത്രമാണ് ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നത്. ഇന്നേക്കിപ്പം 18ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇന്നലെ കണ്ട ആ ഒരു ചെറിയൊരു മുട്ട് ഇപ്പോൾ ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ 2 ബെഡിൽ മാത്രമാണ് ഇപ്പം കൂണ് വന്നേക്കുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്. ഇതിനകത്ത് ചെറുതായിട്ട് ഒരു സൈഡിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നേക്ക് 19ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കളക്ട് ചെയ്യാൻ പോവാണ്. ഇത് പൂർണ്ണ വളർച്ച എത്തി കളക്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കളക്ട് ചെയ്യണം. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് വാടിപ്പോവും. കൂൺ കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കാണുന്നതിൻ്റെ തൊട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് ട്വിസ്റ്റ് ചെയ്താൽ തന്നെ അത് ഇളകി നമ്മുടെ കയ്യിലിരിക്കും. ഒരു സിംഗിൾ ബെഡിലുള്ള കൂൺ ഫുള്ള് നമ്മൾ ഒരു സമയത്ത് തന്നെ കളക്ട് ചെയ്യണം. ഈ കാണുന്നതിൻ്റെ തൊട്ട് 2 ഭാഗത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് നമുക്കിപ്പോൾ ഈ ഒരു ബാഗ് ഫില്ല് ചെയ്യാനുള്ള കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തൂക്കി നോക്കാൻ പോവാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കിടിലം സ്കെയിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. 1 ഗ്രാം തൊട്ട് 10 കിലോ വരെ ആക്യുറേറ്റ് ആയിട്ട് അളക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കളക്ട് ചെയ്ത മഷ്റൂം മൊത്തത്തിൽ 270 ഗ്രാമിൽ കൂടുതലുണ്ട്. ഫസ്റ്റ് ബെഡിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്തത്. ഇനി അതിനകത്ത് 3 ബെഡും കൂടെ കളക്ട് ചെയ്യാനുണ്ട്. അങ്ങനെ 15 ദിവസമായിട്ടുള്ള എല്ലാ ബെഡും നമ്മൾ ഈ ഒരു ബ്രൈറ്റ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് വെട്ടം കിട്ടുന്ന റൂമിലേക്കാണ് നമ്മളിത് മാറ്റിയേക്കുന്നത്. അങ്ങനെ 15 ദിവസമായിട്ടുള്ള എല്ലാ ബെഡിനും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് പറയാൻ നേരത്തെ വിട്ടുപോയതാണ്. ദിവസം 3 നേരം വെച്ചാണ് നമ്മൾ ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു ബ്രൈറ്റ് റൂമിലേക്ക് മാറ്റി കഴിഞ്ഞ് 1-2 ദിവസത്തിനകം തന്നെ മഷ്റൂം മുളച്ച് വരാൻ തുടങ്ങുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നതിൻ്റെ കൂട്ട് തന്നെ പല ബെഡിലും മഷ്റൂംസ് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസത്തെ കാഴ്ച നമുക്ക് നോക്കാം. അങ്ങനെ അടുത്ത ദിവസത്തെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതിൽ വെച്ച് കുറേയും കൂടെയൊക്കെ വളർന്നിട്ടുണ്ട്. ഇത് ഈ മുളച്ച് വന്നു കഴിഞ്ഞാൽ 2-3 അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 4 ദിവസം അതിനകം നമുക്കിത് കളക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു ബാച്ച് ബെഡും കൂടി ഈ ഡാർക്ക് റൂമിൽ ഇരിപ്പുണ്ട്. നമ്മൾ ലാസ്റ്റ് 4ാമത്തെ ബെഡ് ചെയ്തതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നേരത്തെ കണ്ടതിലും നല്ല സൈസിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അടുത്ത 1-2 ദിവസം ഈ നിൽക്കുന്ന മഷ്റൂംസ് എല്ലാം അതിൻ്റെ കറക്റ്റ് സൈസിലെത്തും. ഇപ്പോഴത്തേനും നമുക്കിത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറിക്കാൻ സാധിക്കും. ഈ കാണുന്ന ചിപ്പിക്കൂൺ കടയിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് 200 ഗ്രാമിന് 100 രൂപ എന്നുള്ള റേറ്റിലാണ് അവർ സാധാരണ സെയിൽ ചെയ്യാറുള്ളത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ചൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 1200 ഗ്രാമിൽ കൂടുതൽ നമ്മൾ ഇതിൽ നിന്ന് മൊത്തത്തിൽ ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിൽക്കുന്ന ബാക്കിയാണ് നിങ്ങൾ കാണുന്നത്. അത് നമ്മൾ അടുത്ത ദിവസം മാത്രമായിരിക്കും ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. മഷ്റൂംസ് കറക്റ്റ് സൈസ് എത്തിയാൽ മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. കറക്റ്റ് സൈസ് എത്താത്തത് പറിച്ചു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്കത് നഷ്ടമായിട്ടേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഓവറായിട്ട് വളർന്നു പോകാനും പാടില്ല. ഓവറായിട്ട് വളർന്നു പോയാലും അത് കറക്റ്റ് ആവത്തില്ല. നമുക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഭംഗിയിൽ കൊടുക്കാൻ പറ്റത്തില്ല. വന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് പിന്നെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ദിവസം 3 നേരം കറക്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ നിന്ന് ഒരു വട്ടം കൂൺ പറിച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നത് നിർത്തേണ്ട കാര്യമില്ല. അങ്ങനെ നിർത്തരുത്. അതിന് കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒരു വട്ടമല്ല ഇത് കൂൺ കളക്ട് ചെയ്യുന്നത്. 3-4 വട്ടം നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ബെഡ് ചിലപ്പോൾ നശിച്ചു പോകും. ഞാൻ ഇന്ന് കളക്ട് ചെയ്ത കൂണാണ് നിങ്ങൾ കാണുന്നത്. മൊത്തത്തിൽ ഇത് 1200 ഗ്രാമിൽ കൂടുതലുണ്ട്. 200 ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ഓരോ പാക്കറ്റിലും പാക്ക് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ 20 ബെഡ് മാത്രമാണ് ചെയ്തത്. അപ്പം നമുക്ക് ലാർജ് ക്വാണ്ടിറ്റിയിലൊന്നും ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ സാധാരണ നെയ്ബർഹുഡിൽ തന്നെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. ഒരു 3-4 കിലോമീറ്ററിന് ചുറ്റളവിലുള്ളവർക്ക് മേടിക്കാനുള്ള സാധനം മാത്രമേ ഇപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആ ഒരു ചുറ്റളവിലെങ്കിലും നമുക്കിത് അഡ്വർടൈസ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അവരിത് മേടിക്കാൻ താല്പര്യപ്പെടത്തുള്ളൂ. അറിയുന്നവരെല്ലാവരും ഇത് മേടിക്കാനാണ് ചാൻസ്. കാരണം ഇതങ്ങനെ എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ് അല്ല, ഒരു ഫാമിംഗ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആവും. അത് കഴിഞ്ഞ് ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ മറ്റുള്ള ഷോപ്പുകളിലും ഡെയിലി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തും. പിന്നെ മറ്റുള്ളവർക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ കടയിൽ 200 ഗ്രാമിന് 100 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് 10-20 രൂപ കുറച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്.
അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ 4ാമത്തെ ബെഡിൽ നിൽക്കുന്ന കൂണ് കളക്ട് ചെയ്യുവാണ്. നമ്മൾ ഇത്രയും ബെഡിൽ നിന്ന് കളക്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇതിൽ നിന്ന് തന്നെയാണ്. 4ാമത്തെ ബെഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂണ് കാണാൻ സാധിച്ചത്. എങ്ങനെ പോയാലും ഇതെല്ലാം കൂടെ 2 കിലോ കുറയാതെ കാണും. നമ്മൾ 20 ബെഡ് ചെയ്തതിൽ 16 മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് റൂമിൽ ഇട്ടേക്കുന്നത്. ഇനി ഒരു 4 ബെഡ് കൂടെ നമുക്ക് ഡാർക്ക് റൂമിൽ ഇരിപ്പുണ്ട്. നമ്മുടെ 5ാമത്തെ ബാച്ചിനും കൂടെ നമ്മൾ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള കറക്റ്റ് പ്രോഫിറ്റ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതിനി നമ്മൾ ലൈറ്റ് റൂമിൽ എടുത്ത് ഇടണമെങ്കിൽ ഇനി ഒരു 2-3 ദിവസം കൊണ്ട് എടുക്കും. നമ്മളത് താമസിച്ചാണ് ചെയ്തത്. രാവിലെ കളക്ട് ചെയ്തെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിൽ 250 ഗ്രാം വെച്ച് 9 കവർ പാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 2.5 കിലോളം ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ 4ാമത്തെയാണ് കളക്ട് ചെയ്തത്. 3ാമത്തേതിൽ നമുക്ക് കുറച്ചുകൂടെ ബാക്കി കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. 4ാമത്തെ കംപ്ലീറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 20 കൂൺ ബെഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആകെ ആയത് 1100 രൂപയാണ്. ഈ 20 ബെഡിൽ നിന്ന് മൊത്തത്തിൽ എനിക്കൊരു 10 കിലോ കിട്ടിയാൽ തന്നെ ഞാൻ ഈ മുടക്കിയതിൽ നിന്ന് എനിക്ക് ഡബിൾ പൈസ കിട്ടും. ഡബിൾ അല്ല, അതിൽ കൂടുതൽ പൈസ കിട്ടും. ഒരു ബെഡിൽ നിന്ന് നമുക്ക് മാക്സിമം 1 കിലോ, ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടിയെന്ന് വരും. 200 ഗ്രാമിന് 90 രൂപ വെച്ച് നമ്മൾ 10 കിലോ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം പ്രോഫിറ്റ് കാണും? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ടാണ് കൂൺ കൃഷി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറച്ച് കൂടിയാണ് അത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ ചോദിക്കുക. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും പറയാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമൻറ്റിൽ പറയുക. മഷ്റൂം വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് തോരനും കറിയും. പിന്നെയും വേറെ ഇഷ്ടംപോലെ ഡിഷുകൾ വേറെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് തോരൻ വെക്കാൻ വേണ്ടി അരിയുന്നതാണ്. ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ കൂടെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എനിക്ക് വന്നേക്കുന്ന പ്രോഫിറ്റ് ടോട്ടലായിട്ട് ഇത് നമ്മൾ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വന്നേക്കുന്ന പ്രോഫിറ്റ്, അതുപോലെ തന്നെ എക്സ്പെൻസ്, പിന്നെ എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ അത്. ഇതിലായിട്ടും എനിക്കങ്ങനെ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾക്ക് റിപ്ലൈ ആയിട്ടായിരിക്കും ഞാൻ ആ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബിസിനസ് തന്നെയാണിത്. ഇപ്പോൾ ചെറിയ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഈ വീഡിയോയിൽ ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതായിരിക്കും.